ഇത് വേറെ വിഷയമൊന്നുമില്ല. ഒരു ഇന്റർവ്യൂവിൽ നടന്ന സംസാര വിഷയങ്ങളാണ്. സംസാര വിഷയം ബിഗ് ബോസ് ആണ്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കും, അതിനെ എതിർത്ത് ഈ ആങ്കർ ഇവൻ നിൽക്കും. ഇതിപ്പോ ഇവർക്കിപ്പം ബിഗ് ബോസിൽ പോണം. അതായത് അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ബിഗ് ബോസിനകത്ത് കയറണം. അതാണ് ഇവർക്കുള്ള മെയിൻ പരിപാടി ഇതാണ്. ഇപ്പോഴേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലേ, ഇപ്പോഴേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയാലേ അവർ വിളിക്കത്തുള്ളൂ, കോഡ് വരത്തുള്ളൂ, ഇവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇപ്പോഴേ അങ്ങനെ അവര് പ്രശ്നം ഇങ്ങനെ തുടങ്ങിയൊക്കെയാണ്. എന്നാലേ അടുത്ത സീസണിൽ ഇവർ രണ്ടുപേരും വിളിക്കത്തുള്ളൂ. എന്നാലേ അവിടെ ഒരു കോംബോ ആവത്തുള്ളൂ, അടിപിടിയൊക്കെ ആവത്തുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവര് വിചാരിക്കുന്നത്. ഇത് നമുക്കൊന്നും അറിഞ്ഞൂടാ, നമ്മളില്ല പൊട്ടനാക്കിക്കൊണ്ട് മറ്റേ ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഇതാണ് കോപ്പാണ്, ഒന്നുമില്ല. ഇവർക്ക് ഇപ്പൊ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് പോണം. അതാണ് ഓരോ കണ്ടസ്റ്റന്റിനെ വിളിച്ചിട്ട് ഇത് A to Z കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ അങ്ങനെ ചെയ്തൂടെ, ഇവിടെ ഇങ്ങനെ ചെയ്തൂടെ, മറിച്ച് ഭയങ്കര പരിപാടി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് ഇവിടെ പോകണം, അവിടെ കുറച്ച് പരിപാടികൾ ഉണ്ടാക്കണം. ഇതാണ് ഇവർക്കുള്ള ലക്ഷ്യം. ഇവര് വിചാരിക്കുന്നത് നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഇവരെയൊക്കെ അപ്പനെ വിറ്റ കാശ് നമുക്കുള്ള കയ്യിലുണ്ട്. ഇത് ഇവർക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? സോറി, എന്റെ ബിഹേവിംഗ് ആർക്കെങ്കിലും വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ